നമുക്കെല്ലാവർക്കും അറിയാം, ഈ വരുന്ന ഇലക്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇലക്ഷനാണ്. തിരുവനന്തപുരം നിവാസികൾക്കെല്ലാം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു ഇലക്ഷനായിട്ട് അവർ കാണുന്നു. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, കോർപ്പറേഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ, ഭരണഘടനയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. നമ്മുടെ 3 tier ഡെമോക്രസിയിൽ ഒരു ലോക്കൽ ബോഡി, ഒരു കോർപ്പറേഷന്റെ ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. വീട്ടു ചുറ്റുമുള്ള പ്രശ്നങ്ങൾ, നഗരത്തിന്റെ പ്രശ്നങ്ങൾ, നഗരത്തിലും പഞ്ചായത്തിലും താമസിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഉത്തരവാദിത്വം കോർപ്പറേഷന്റെയാണ്. അത് മാലിന്യമാണോ, കുടിവെള്ളമാണോ, റോഡാണോ, സുവേജ് ആണോ, ഡ്രെയിനേജ് ആണോ, തെരുവുനായ ശല്യമാണോ, ഇതിനെല്ലാം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷന്റെയാണ്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത് 45 കൊല്ലമായി ഭരിച്ചത് LDF ആണ്. 45 കൊല്ലം മുമ്പേ നടക്കുന്ന പ്രശ്നങ്ങളും ഇന്നും അതേ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഈ നഗരം മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നയിക്കുന്ന CPM ഇവിടെ ഭരിച്ച കാലം. ഞാനിപ്പോ പറഞ്ഞ ഓരോ കാര്യം, മാലിന്യമാണോ, കുടിവെള്ളമാണോ, സുവേജ് ആണോ, തെരുവുനായ ശല്യമാണോ, ഇതിനെക്കുറിച്ച് ഒരു പരിഹാരവും കഴിഞ്ഞ 10 കൊല്ലം, ഞാൻ 45 കൊല്ലം അതിനെക്കുറിച്ച് പറയുന്നില്ല, 10 കൊല്ലം നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി CPM-നെ നയിക്കുമ്പോൾ, കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ ഇതിന്റെ ഒരൊറ്റ പരിഹാരം അവർ ഇതുവരെ സൃഷ്ടിച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇന്നും 10 കൊല്ലം ഈ കഴിവില്ലായ്മയും ഭരണമില്ലായ്മയും വികസനമില്ലായ്മയും പീഡനവും ഇതെല്ലാം ചെയ്തിട്ടും ഇന്ന് പിന്നെ എന്തിനാണ് അവർ വോട്ട് ചോദിക്കുന്നത്? അതിന് പിന്നൊരു കാരണമുണ്ട്. ആ കാരണമാണ് അഴിമതി. LDF-ന് UDF-നും ഭരണം പിടിക്കാൻ അവർക്കൊരു ലക്ഷ്യമാണ്, രാഷ്ട്രീയ ലക്ഷ്യമാണ്, അത് എല്ലാവർക്കുമാണ്. പക്ഷേ അവർ ഭരിക്കുമ്പോൾ, ഭരണം കിട്ടുമ്പോൾ, ജനങ്ങളെ വിശ്വസിച്ച് അവർക്കൊരു അവസരം കൊടുക്കുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? അതിന്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ഇന്ന് മാധ്യമ സുഹൃത്തും നിങ്ങളുടെ വഴി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നത്. അഴിമതിയാണ് അവരുടെ ലക്ഷ്യം, അഴിമതിയാണ് അവരുടെ രാഷ്ട്രീയം. ഇവര് രാഷ്ട്രീയം ചെയ്യുന്നത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് 2 ഉദാഹരണം ഞാൻ മുമ്പോട്ട് വെക്കാൻ പോകുന്നു, ഞങ്ങൾ പാർട്ടി. ഒന്ന്, കിച്ചൺ വേസ്റ്റ് ബിൻ കറപ്ഷൻ, കിച്ചൺ വേസ്റ്റ് ബിൻ അഴിമതി. ജനങ്ങളിലെ മാലിന്യം പ്രശ്നം പരിഹരിക്കാൻ അതിന്റെ പേരിൽ അഴിമതി ചെയ്യുന്ന ഒരു കേസ്. രണ്ടാമത്തത്, ഇവരുടെ ഒരു ടെൻഡറിംഗ് രീതി. എത്രയോ ടെൻഡേഴ്സ്, ഓഡിറ്റ് ചെയ്യാത്ത ടെൻഡേഴ്സ്, അവരൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു, ടെൻഡർ ചെയ്യുന്നു. ഇതൊരു ഫിക്സ്ഡ് മാച്ച് ആയിട്ട് അവർ ടെൻഡർ ചെയ്യുന്നത്, ഒരു ഗൂഢാലോചന, അഴിമതിന്റെ ഒരു കോൺസ്പിറസി. എത്രയോ ടെൻഡേഴ്സ് അവര് എസ്റ്റിമേറ്റിന്റെ 3 രൂപ കമ്മിയാക്കി അവാർഡ് ചെയ്യുന്നു. എന്നിട്ട് ഒറ്റ ടെൻഡർ ഇത് ഓഡിറ്റ് ചെയ്യാത്ത ഒരു ഭരണമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ LDF ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഒരു വീഡിയോ, ഈ തെളിവും, ഇത് എവിഡൻസ് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇത് അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു വെറുതെ പറയാനല്ല, ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ്. ജനങ്ങളെ വിശ്വസിച്ച് ഭരിക്കാൻ ഒരു അവസരം കൊടുത്തപ്പോൾ LDF എന്ത് ചെയ്തു, അതിന്റെ ഒരു തെളിവാണിത്. ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹരിക്കേണ്ട പേരിൽ
അഴിമതി ചെയ്യുന്ന ഒരു LDF-ഉം UDF ആണ് നമ്മൾ എത്ര കൊല്ലമായിട്ട് സഹിക്കുന്നത്. അതിനെ മാറ്റണം. ഈ ഇലക്ഷനിൽ ഞാൻ എല്ലാവരും അഭ്യർത്ഥിക്കുന്നത്, ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഒരു മാറ്റം കൊണ്ടുവരണം. അഴിമതി രഹിത ഭരണം ജനങ്ങളുടെ അവകാശമാണ്. ഇത് നമ്മൾ നിർത്തണം. ഈ LDF-ഉം UDF-ഉം ചെയ്യുന്ന തെറ്റും ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു ഭരണം നമ്മൾ മാറ്റണം. ഈ വീഡിയോ നമ്മൾ ആദ്യം കാണുക, അത് കഴിഞ്ഞിട്ട് 2 വാക്ക് ഇനിയും സംസാരിക്കാം. ഇവിടെ നോക്കാം. വോളിയുമില്ലേ? കസേര മാറ്റിക്കൊടു. ഒന്ന് അറിയില്ല സഹായിച്ചു. ടെസ്റ്റ് ചെയ്തോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നടന്ന ഞെട്ടിക്കുന്ന അഴിമതികളുടെ കഥയാണിത്. സാധാരണക്കാരുടെ അടുക്കളയിലെ മാലിന്യത്തിൽ നിന്ന് പോലും സർക്കാർ തട്ടിയെടുത്ത കോടികളുടെ കഥ. 2016 മുതൽ 2025 വരെ ഉറവിട മാലിന്യ സംസ്കരണത്തിനായി നടപ്പിലാക്കിയ കിച്ചൺ ബിൻ പദ്ധതിയിലാണ് ഞെട്ടിക്കുന്നത്. നഗരത്തിൽ കിച്ചൺ ബിന്നുകൾ സ്ഥാപിക്കാനുള്ള 15.5 കോടി രൂപയുടെ പദ്ധതിക്ക് നടപടികൾ പാലിക്കാതെ കോയമ്പത്തൂർ ആസ്ഥാനമായ ഒമേഗ എക്കോടെക് എന്ന സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുകയായിരുന്നു. 3 ലക്ഷത്തിലധികമുള്ള പദ്ധതികൾക്ക് ടെൻഡർ വേണമെന്ന നിയമം അട്ടിമറിച്ചായിരുന്നു നടപടി. 2/12/2016 2869 നമ്പർ ഉത്തരവ് പ്രകാരമാണ് കോടികളുടെ കരാർ ഒമേഗ എക്കോടെക്കിനെ ഏൽപ്പിച്ചത്. എന്നാൽ ശുചിത്വ മിഷനിൽ തീരുമാനം ചെയ്യാത്ത ഒമേഗ എക്കോടെക്കിന് കരാർ നൽകാനാവില്ലെന്ന് ശുചിത്വ മിഷൻ ഡയറക്ടർ 20/2/2017 1570 നമ്പർ കത്തിലൂടെ പിന്നീട് ശാസ്ത്ര സാഹിത്യ ലക്ഷ്യത്തിലെ പാലക്കാട് പ്രവർത്തിക്കുന്ന ശുചിത്വ മിഷൻ എംപാനൽഡ് കമ്പനിയായ IRTC കരാർ ഏൽപ്പിച്ചു. താൽപര്യപത്രം പോലും ഇല്ലാതെയായിരുന്നു 25/3/2017 1387 നമ്പർ ഉത്തരവിലൂടെയുള്ള തീരുമാനം. ഒമേഗ എക്കോടെക്കിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ സ്ഥാപിക്കാവൂ എന്ന നിർദ്ദേശത്തോടെയായിരുന്നു ഈ കരാർ. ചുരുക്കി പറഞ്ഞാൽ IRTCയെ മറയാൻ സഖാക്കൾക്ക് താല്പര്യമുള്ള ഒമേഗ എക്കോടെക്കിന് കോടികളുടെ പദ്ധതി നൽകുകയെന്ന തന്ത്രമാണ് കോർപ്പറേഷൻ നടപ്പിലാക്കിയത്. ഒമേഗ എക്കോടെക് എന്ന കമ്പനിയോട് കോർപ്പറേഷനും സഖാക്കൾക്കുമുള്ള അമിത താല്പര്യം കോടികളുടെ അഴിമതിയിലേക്കാണ് വെളിച്ചം വീശുന്നത്. പദ്ധതിയുടെ 2ാം ഘട്ടത്തിനായി 14/6/2019 പേരിന് മാത്രം താല്പര്യപത്രം വിളിച്ച് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ 9 കോടി രൂപയുടെ കരാർ ഒമേഗ എക്കോടെക്കിനെ ഏൽപ്പിച്ചതിൽ കോടികളുടെ അഴിമതി നടത്തുന്നു വ്യക്തം. 14/11/2019 ഉത്തരവ് നമ്പർ 2008 പ്രകാരമായിരുന്നു ഈ കരാറുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ലഭിക്കേണ്ട 11,13,114 രൂപ തങ്ങളുടെ പ്രതിനിധിയായ ഗ്രീൻ വില്ലേജ് എന്ന സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുഗതന് നൽകാൻ 18/2/2020 ഒമേഗ എക്കോടെക് കോർപ്പറേഷൻ കത്തുനൽകി. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ കൺസൾട്ടന്റ് എന്ന നിലയിൽ കോർപ്പറേഷനിൽ വേതനം വാങ്ങുന്ന സുഗതൻ കരാറുകാരായ കമ്പനിയുടെ പ്രതിനിധിയായതെങ്ങനെയെന്നതും ദുരൂഹമാണ്. പ്രതിപക്ഷമായിരുന്ന BJPയുടെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. വിജിലൻസ് അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ വിശദമായ അന്വേഷണത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി. എന്നാൽ അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തിയത് LSTV ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഉമ്മു സൽമയായിരുന്നു. 2017 ഒമേഗ എക്കോടെക്കിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങണമെന്ന് IRTCക്ക് പർച്ചേസ് ഓർഡർ നൽകിയ ഉത്തരവിൽ ഒപ്പുവെച്ച അതേ ഉമ്മു സൽമയെ തന്നെ ഇതേ പദ്ധതിക്ക് അന്വേഷണം നടത്താൻ ഏൽപ്പിച്ച് കോർപ്പറേഷനെ മറ്റൊരു തന്ത്രം. താൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ക്ലീൻ ചിറ്റ് നൽകിയ ഉമ്മു സൽമ പേരിനൊരു നിർവഹണ ഉദ്യോഗസ്ഥനെ താക്കീത് ചെയ്യാൻ മാത്രം ഉത്തരവ്
അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. 2022-23 പദ്ധതിക്ക് കോർപ്പറേഷൻ ടെൻഡർ വെച്ചു. പഴയ IRTCയെ തന്നെയാണ് വീണ്ടും കോർപ്പറേഷൻ പൊക്കിക്കൊണ്ടുവന്നത്. മിന്നുദിന് IRTC 1550 രൂപ ആവശ്യപ്പെട്ടപ്പോൾ 1440 രൂപയ്ക്ക് പിന്തരാമെന്ന് മറ്റൊരു സ്ഥാപനം പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. CPM കൌൺസിലറുടെ ഇടപെടലിനെ തുടർന്ന് കരാർ IRTCക്ക് തന്നെ ലഭിച്ചു. അപ്പോഴും ഒമേഗ എക്കോടെക്കിൽ നിന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് കോർപ്പറേഷൻ കർശന നിർദ്ദേശം നൽകി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം ഉന്നയിച്ച ചോദ്യം മാത്രം പരിശോധിച്ചാൽ മതി കോർപ്പറേഷനിൽ നടന്ന അഴിമതികളുടെ വ്യാപ്തി വ്യക്തമാണ്. 2019 ടെൻഡർ സമർപ്പിക്കാൻ സമയം അവസാനിച്ചതിന് ശേഷം എത്തിയ ഒമേഗ ഇക്കോടെക്കിന് എങ്ങനെ കരാർ ലഭിച്ചു? പർച്ചേസ് കമ്മിറ്റി 1 കോടി രൂപയ്ക്ക് അനുമതി നൽകിയ പദ്ധതി തുക എങ്ങനെ 9 കോടി രൂപയായി? 15.5 കോടി രൂപയുടെ പദ്ധതിയിൽ എത്ര പേർ ഉപയോക്താക്കൾ, എത്ര പേർ ഉൽപ്പന്നങ്ങൾ ലഭിച്ചു എന്നതിനെപ്പറ്റിയൊന്നും കോർപ്പറേഷൻ യാതൊരു ധാരണയുമില്ല. അതുകൊണ്ട് തന്നെ പദ്ധതിയിലൂടെ കോർപ്പറേഷൻ ലക്ഷ്യമിട്ടത് ജനക്ഷേമമല്ലെന്നും അഴിമതി മാത്രമാണെന്നും ഈ പദ്ധതിക്ക് വേണ്ടിയായിരുന്നു നഗരത്തിലെ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിച്ചിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ കോർപ്പറേഷൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. മാലിന്യത്തിൽ മാത്രമല്ല, മരാമത്ത് പണിയിലും അഴിമതിയുടെ ദുർഗന്ധമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ റോഡ് പണിയിൽ 40% കമ്മീഷൻ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. പക്ഷേ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ ഞെട്ടിക്കുന്ന സത്യം കാണാം. അതെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത് കോടികളുടെ പകർപ്പുകൾ. അഴിമതിയുടെ രീതി വളരെ ലളിതമാണ്. 1-ാം ഘട്ടം മരാമത്ത് പണികൾക്ക് വേണ്ട യഥാർത്ഥ തുകയേക്കാൾ 40% അധിക തുക വകയിരുത്തി ഉദ്യോഗസ്ഥർ എസ്റ്റിമേറ്റ് തയ്യാറാക്കും. എന്നിട്ട് ഈ കരാർ ആർക്കു നൽകും? CITU നോമിനികളായ കരാറുകാർക്ക് മാത്രം. 2-ാം ഘട്ടമുണ്ട്. ഓരോടെ 3-ാം ഘട്ടം പണിക്ക് ചെലവാകുന്ന യഥാർത്ഥ തുക കഴിഞ്ഞ് ബാക്കി വരുന്ന 40% ലാഭം നേരെ CPM പാർട്ടി ഫണ്ടിലേക്ക്. ഇവിടെയും തീരുന്നില്ല കൊള്ളയിലെ പാർട്ടി പ്രൊഫഷണലിസം. നിലവിലെ പണിക്കിടയിൽ പുതിയ പണികൾ കൂട്ടിച്ചേർത്ത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഖജനാവ് മുഴുവനായി വട്ടിച്ചു. ഇത്തരത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 300 കോടിയിലധികം രൂപയുടെ ഫയലുകളാണ് ഓഡിറ്റിംഗിന് പോലും കൊടുക്കാതെ നോക്കിയത്. ഇതിന് 40% കമ്മീഷൻ എങ്ങോട്ട് പോയെന്നതും വ്യക്തമാണ്. 2022-23 വർഷം മാത്രം 86,77,34,192 രൂപയുടെ ഫയലുകളാണ് കാണാനില്ലാത്തത്. ഓർക്കുക, ഇവിടെ കാണാതെ പോയത് വെറും ഫയലുകളല്ല, ഒരു നഗരത്തിന്റെ വികസനമാണ്, ജനങ്ങളുടെ നീതിപ്പണമാണ്. അടുക്കളയിലെ മാലിന്യം മുതൽ റോഡിലെ ടാറിൽ വരെ കൈയിട്ട് വരുന്ന ഇടതുപക്ഷത്തിന്റെ ജനവിരുദ്ധ ഭരണം. അതെ, തലസ്ഥാനത്ത് നടന്നത് ഭരണമല്ല, പാർട്ടി ഫണ്ട് നിറയ്ക്കാനുള്ള സംഘടിത പകൽക്കൊല്ലം മാത്രമാണ്. ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണിക്കുന്നതിന് ഉപോത്ബലകമായിട്ടുള്ള മുഴുവൻ രേഖകളും വിവരാവകാശ പ്രകാരവും അതോടൊപ്പം തന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടും ഞങ്ങൾ നേടിയെടുത്ത ശേഷമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഈ അഴിമതിയുടെ ഈ വിവരങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുന്നത്. ഇവിടെ കോർപ്പറേഷന്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ മുതൽ മേയറും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ അടങ്ങുന്ന ഒരു ഗൂഢസംഘമാണ് ഇത്രയും കാലമായി പ്രശാന്തിന്റെ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ആര്യ രാജേന്ദ്രന്റെ കാലഘട്ടത്തിലും ഈ കൊള്ളയ്ക്ക് ഈ തിരുവനന്തപുരം നഗരത്തിൽ നേതൃത്വം നൽകിയത്. നഗരസഭയിലെ അഴിമതിക്കാരെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ എങ്ങനെ ഇടപെടുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ രേഖപ്രകാരം കാണുന്ന ഡോക്ടർ ഉമ്മു സൽമയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം. ഉമ്മു സൽമയായിരുന്നു കിച്ചൺ ബിൻ കൊണ്ടുവരുന്നതിനു വേണ്ടി ഈ കമ്പനിയെ കോയമ്പത്തൂർ ആസ്ഥാനമായിട്ടുള്ള ഒമേഗയെ ഏൽപ്പിക്കണമെന്ന് ഉത്തരവ് ഇട്ട ആൾ. ആ ഉമ്മു സൽമയെ IRTC വഴി ആ ഉമ്മു സൽമ ഒമേഗയ്ക്ക് ഏൽപ്പിക്കണമെന്ന് ഉത്തരവിട്ട ആളിനെ തന്നെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം BJPയുടെ ശ്രീ VV രാജേഷ് ഉൾപ്പെടെയുള്ള ശ്രീ MR ഗോപൻ ഉൾപ്പെടെയുള്ള BJPയുടെ കൌൺസിലർമാർ കോർപ്പറേഷനകത്ത് നടത്തിയ പോരാട്ടത്തിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടത്താൻ നിർബന്ധിതമായപ്പോൾ ആ വിജിലൻസ് അന്വേഷണത്തിന്റെ ഹെഡായിട്ട് വെച്ചതും അന്ന് ഈ അഴിമതിയുടെ പങ്ക് പറ്റി എന്ന് വിശ്വസിക്കാവുന്ന ഡോക്ടർ ഉമ്മു സൽമയെ തന്നെയാണ്. അപ്പോൾ ഇത് കോർപ്പറേഷൻ മാത്രം നടത്തുന്ന ഒരു അഴിമതിയല്ല,
ഇത് സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള ഒരു ഗൂഢസംഘം തിരുവനന്തപുരത്തെ മാലിന്യം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതി നടത്താനുള്ള ഒരു ഇന്ധനമാണ്. CPIM എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ മാർക്സ് എന്നതിന് പകരം മാലിന്യം എന്നാക്കേണ്ട അവസ്ഥയിലാണ് തിരുവനന്തപുരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ കോർപ്പറേഷന്റെ പ്രവർത്തനം. ഇവിടെ ഈ രേഖകൾ കേരളത്തിലെ ഏത് പൊതുപ്രവർത്തകരും ഈ നഗരത്തിലെ ഏത് വോട്ടർക്കും BJP ഈ പാർട്ടി ഓഫീസിൽ നിന്ന് വെച്ച് ഇവിടത്തെ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൽ ഈ രേഖകൾ ലഭ്യമാണ്. ഏതൊരു പൊതുപ്രവർത്തകരും ഈ രേഖകൾ ഇവിടെ വന്ന് പരിശോധിക്കാം. ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഈ രേഖകൾ പുറത്തുവിടുകയാണ്. ഇതിനെ സംബന്ധിച്ച് ഇവിടത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലെ 300 കോടി രൂപയുടെ ഇടപാടുകൾ, ആ ഇടപാടുകളെ സംബന്ധിച്ച് ഓഡിറ്റിംഗിന് പോലും ഫയലുകൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. ഓഡിറ്റിംഗിന് ഫയൽ കൊടുക്കാൻ തയ്യാറാകുന്നില്ല കോർപ്പറേഷൻ. അത് ഈ അഴിമതിയിൽ ഭയന്ന് അഴിമതി മൂടിവെക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയാണ് ഓഡിറ്റിംഗിന് വിടാത്തതിന് കാരണം. 2023 മാത്രം 88 കോടി രൂപയുടെ ഇടപാടുകൾ ഓഡിറ്റിംഗിന് വിധേയമാക്കിയിട്ടില്ല. അത് രേഖകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പൊതുമരാമത്ത് വകുപ്പിൽ 2020, 2021, 2022, 2023 ഈ 4 വർഷങ്ങളിലെ പൊതുമരാമത്ത് വകുപ്പിൽ നടന്നിരിക്കുന്ന പണികളെ സംബന്ധിച്ച് ഉള്ള രേഖയാണിത്. ഈ രേഖയിലാണ് വലിയ കൃത്രിമം നടന്നിരിക്കുന്നത്. എല്ലാ പൊതുമരാമത്ത് ടെൻഡറുകളും 40% കൂട്ടിയാണ് വിളിക്കാറുള്ളത്. ഈ 40% പാർട്ടിക്കാണ്, 40% CPM-നാണ്. ആ CPM-നുള്ള 40% കൂട്ടിയാണ് ടെൻഡറുകൾ വിളിക്കാറുള്ളത്. ആ ടെൻഡറുകൾ വിളിച്ചതിന് ശേഷം ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു റിവിഷൻ നടത്തും. ആ റിവിഷൻ നടത്തുന്നത് വളരെ രസകരമായിട്ടാണ്. ഞാനൊരു 4 കണക്കുകൾ മാത്രം ഇവിടെ സൂചിപ്പിക്കാം. ഇവിടെ ഈ FES 5176/18 എന്ന് പറയുന്ന ഒരു ഫയൽ പ്രകാരമുള്ള ടെൻഡർ, അതിലെ ഒറിജിനൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ്. അത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 29,99,551 രൂപ. അതായത് റിവൈസ് ചെയ്തത് കേവലം 459 രൂപ, 449 രൂപയാണ്. 30 ലക്ഷം രൂപയുടെ 40% കൂട്ടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ടെൻഡറിൽ റിവൈസ് ചെയ്തത് 451 രൂപയ്ക്കാണ്. ഇതാണ് ഒരു ഉദാഹരണം. രണ്ടാമതായിട്ട് FES 4503/19 എന്ന് പറയുന്ന ഒരു ഫയൽ, അത് 15 ലക്ഷം രൂപയുടെ ടെൻഡറാണ്. അതിൽ റിവൈസ് ചെയ്തിരിക്കുന്നത് 14,99,998 2 രൂപയാണ് റിവൈസ് ചെയ്തിരിക്കുന്നത്. 2 രൂപ. ഇതിലെ തമാശയാണോ, ഇത് ക്രൂരതയാണോ, വഞ്ചനയാണോ, ചതിയാണോ, പകൽ കൊള്ളയാണോ എന്ന് ഈ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പച്ചയായി വെള്ളരിക്കാപ്പട്ടണം പോലെ ആരും ചോദിക്കാനും പറയാനുമില്ല. ഞങ്ങൾക്ക് എന്ത് കൊള്ളയും ഈ തിരുവനന്തപുരത്ത് നടത്താം, ആരുണ്ട് ചോദിക്കാൻ എന്നൊരു അഹങ്കാരത്തിന്റെ കൊള്ള സംഘമായിട്ട് തിരുവനന്തപുരം നഗരസഭ ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടി മാറി എന്നതിന് ഇതിലപ്പുറം ഒരു ഉദാഹരണം ആവശ്യമില്ല. മറ്റൊരു ഫയല് 20 ലക്ഷം രൂപയുടെ 6636/19 എന്ന് പറയുന്ന ഫയൽ 20 ലക്ഷം രൂപയാണ്. അതിന് റിവൈസ് ചെയ്തിരിക്കുന്നത് 19,99,625 375 രൂപ റിവൈസ് ചെയ്ത കണക്ക്. അപ്പോൾ ഇത് പകൽ കൊള്ളയുടെ ഒരു ചരിത്രമാണ്. 4 വർഷത്തെ പകൽ കൊള്ളയുടെ ചരിത്രമാണ് ഈ പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചുള്ള ഈ ഫയലിൽ. ഇതിലാണ് 300 കോടി രൂപ ഓഡിറ്റിംഗിന് വിധേയമാക്കാത്തത്. ഇതിലാണ് പല ഫയലുകളും നഷ്ടപ്പെട്ടിരിക്കുന്നത്, പൂഴ്ത്തിവെച്ചിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള ഫയലുകളാണ്. അതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നടന്നിരിക്കുന്നത് പകൽ കൊള്ളയാണ്, സമാനതകളില്ലാത്ത കൊള്ളയാണ്, അതിഭീകരമായിട്ടുള്ള കൊള്ളയാണ്.
ഈ കൊള്ള സംഘത്തെ തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നതുവരെ ഈ നഗരത്തിലെ സാധാരണ ജനതയ്ക്ക് വിശ്രമമില്ല എന്നാണ് BJPക്ക് പറയാനുള്ളത്. ഒരു മിനിറ്റ്, ഞാൻ അവസാനം 2 പോയിന്റ് പറഞ്ഞു. ഇത് 2 പോയിന്റ് ഞാൻ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് പോയിന്റാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ് ബഡ്ജറ്റിന് സമയത്ത് ഈ ഡിബേറ്റ് നടക്കുമ്പോൾ കഴിഞ്ഞ 10 കൊല്ലം പ്രതിപക്ഷത്ത് ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ അഴിമതിനെ കുറിച്ച് ഒരു വാക്കും, നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ, അസംബ്ലിയിൽ ഒരു വാക്കും പറഞ്ഞില്ല. പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമായിരുന്നില്ലേ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കാൻ? പക്ഷെ അറിഞ്ഞിട്ടും ഒന്നും ചെയ്തില്ല. ഒന്ന്. രണ്ടാമത്തത്, ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, കോർപ്പറേഷന്റെ കാശ്, ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ബോഡിയുടെ കാശ് ജനങ്ങളെ സേവിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആ കാശ് ഉപയോഗിക്കേണ്ടത്. രാഷ്ട്രീയക്കാരെ കീശയിൽ വെക്കാനല്ല, രാഷ്ട്രീയക്കാരെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാശല്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് കൃത്യമായി പറയുന്നു, ഇതിന്റെ അന്വേഷണം നടക്കണം. ഇന്നിപ്പോ ഞങ്ങൾ റിവീൽ ചെയ്ത് ഒരു പാർട്ടാണ് അഴിമതിന്റെ. ഇനിയും കുറെ പറയാനുണ്ട്. ഇനി അടുത്ത ദിവസം ഞങ്ങൾ മുമ്പോട്ട് വെക്കും. ഇനിയും എത്രയോ അഴിമതി തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങളൊരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാൻ മാത്രമല്ല പറയുന്നത്, ഇതിന്റെ അന്വേഷണം നടക്കണം. സംസ്ഥാന ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇതിന് ആവശ്യപ്പെടും സെൻട്രൽ ഗവൺമെന്റ്. കാരണം കോർപ്പറേഷൻ ഉപയോഗിക്കുന്ന കാശ് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്ന കാശാണ്. അതിൽ കുറെ ഗ്രാന്റ്സ് കൊടുക്കുന്നുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതികളെല്ലാം സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട്സ് ആണ്. അപ്പോൾ ഈ അഴിമതിനെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ഇത് സെൻട്രൽ ഗവൺമെന്റും സെൻട്രൽ ഏജൻസി വഴി ഇത് അന്വേഷിച്ചിട്ട് തെറ്റ് ചെയ്തവരെല്ലാം കണ്ടുപിടിച്ച് അവരെ പ്രോസിക്യൂട്ട് ചെയ്യും എന്ന് ഞങ്ങളുടെ ഒരു ഉറപ്പാണെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ രാജുവേട്ടനും സുരേഷ്ജിയും പറഞ്ഞതിന്റെ കണക്ട് ചെയ്ത് ഞാൻ 2 കാര്യങ്ങളോട് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ പറയാം. അതായത് പ്രശാന്ത് മേയറായിരുന്ന സമയത്ത് 60,000 കിച്ചൺ ബിൻ വാങ്ങിയെന്നാണ് കോർപ്പറേഷന്റെ കണക്കുകൾ കാണിക്കുന്നത്. 60,000 കിച്ചൺ ബിൻ. ഒരു കിച്ചൺ ബിൻ 1,800 രൂപയാണ് അവർ ചെലവായിട്ട് എടുത്തിരിക്കുന്നത്. ഇതേ കിച്ചൺ ബിൻ കോയമ്പത്തൂർ മാർക്കറ്റിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 800-നും 600 രൂപയ്ക്ക് ഇടയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അതാണ് 1,800 രൂപ വെച്ചിട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യാനായിട്ട് എഴുതിയിരിക്കുന്നത് 60,000 കിച്ചൺ ബിൻ. അന്വേഷിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ചതിവുള്ളത്, കോർപ്പറേഷന്റെ നിയമപ്രകാരം വാങ്ങുന്ന കിച്ചൺ ബിൻ ആദ്യം സെൻട്രൽ സ്റ്റോറിലേക്ക് വരണം. അത് 10,000 കിച്ചൺ ബിനാണ് കൊണ്ടുവരുന്നതെങ്കിൽ 10,000 സെൻട്രൽ സ്റ്റോറിൽ കൊണ്ടുവന്ന് ഇൻവേർട്ട് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. അതിനുശേഷം ഓരോ സോണൽ ഓഫീസിലും എത്ര എണ്ണം കൊണ്ടുപോകുന്ന ഔട്ട്വേർഡ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. അതിനുശേഷം ആ സോണൽ ഓഫീസിലെ ഇൻവേർട്ട് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. അതിനുശേഷം ഓരോ വാർഡിലേക്കും വിതരണം ചെയ്ത് അവിടുത്തെ ഔട്ട്വേർഡ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. അപ്പോഴാണ് കണക്ക് പൂർത്തിയാകുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇവരാകെ ഒരു 5,000 കിച്ചൺ ബിന് താഴെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നിട്ട് ഈ 5,000 കിച്ചൺ ബിൻ ആദ്യം സെൻട്രൽ സ്റ്റോറിൽ കൊണ്ടുവച്ചു. അതിനെ തന്നെ എടുത്തിട്ട് വട്ടിയൂർക്കാവ് സോണലിൽ കൊണ്ടുവയ്ക്കും. അതിനുശേഷം അതേ എണ്ണത്തിനെടുത്തിട്ട് തന്നെ മറ്റൊരു സോണൽ ഓഫീസ് കൊണ്ടുവയ്ക്കും, തിരുവല്ലത്ത് കൊണ്ടുവയ്ക്കും. ഈ 5,000 കൂട്ടിയാണ് 60,000 ആക്കിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് ഇടയ്ക്ക് കോർപ്പറേഷനിൽ വന്ന ഒരു സെക്രട്ടറി അതിൽ ഒബ്ജക്ഷൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ ഫയൽ പരിശോധിച്ചാൽ അറിയാം. ഒരു സെക്രട്ടറി അതിൽ ഒബ്ജക്ഷൻ, ഒറ്റയാള്, ബാക്കി എല്ലാവരും കൺസീഡ് ചെയ്ത് കൊടുത്തു. ഒരു സെക്രട്ടറി അതിൽ ഒബ്ജക്ഷൻ എഴുതിയിട്ടുണ്ട്. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ആ സെക്രട്ടറിയുടെ ഒബ്ജക്ഷൻ അതിലാണ് ആ ഫയൽ കുറച്ച് കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഓഡിറ്റിന് നേരത്തെ പറഞ്ഞ് കൊടുക്കാത്തത് വിജിലൻസിന്റെ ഗിരികുമാർ, നമ്മുടെ കൌൺസിലർ ഗിരികുമാർ പ്രശാന്ത് മേയറായ സമയത്ത് കൊടുത്ത പെറ്റീഷൻ അനുസരിച്ചാണ് വിജിലൻസ് എൻക്വയറി വന്നത്. വിജിലൻസിന്റെ ഫയൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഓഡിറ്റിന് കൊടുക്കാതെ വെച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പൊ 60,000 കിച്ചൺ ബിൻ വിതരണം ചെയ്തു എന്നാണ് പറഞ്ഞിട്ട് പണം എഴുതിയെടുത്തിരിക്കുന്നത്. ഒരു കിച്ചൺ ബിൻ അവരുടെ കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ ഒരു കിച്ചൺ ബിൻ ഒരു മാസം പ്രവർത്തിക്കണമെങ്കിൽ 1.5 കിലോ ഇനോക്കുലം വേണം. 4 പേരുള്ളതിൽ ഇനോക്കുലം വാങ്ങിച്ചു കൊടുക്കേണ്ട കോർപ്പറേഷന്റെ ഡ്യൂട്ടിയാണ്. ജനങ്ങൾ പോയി കഴിഞ്ഞാൽ ഇനോക്കുലം കിട്ടില്ല, അവർക്ക് വാങ്ങിക്കാനും പറ്റില്ല. അപ്പൊ ഇനോക്കുലം കോർപ്പറേഷൻ വാങ്ങി സൂക്ഷിക്കുന്നു. ഓരോ കസ്റ്റമർക്കും ആവശ്യമുള്ളത് ഓരോ മാസവും പോയി സോണൽ ഓഫീസിൽ നിന്ന് വാങ്ങണം. ഇപ്പോ മാധ്യമപ്രവർത്തകർ പരിശോധിച്ചു, അങ്ങനെയാണെങ്കിൽ 60,000 കിച്ചൺ ബിൻ വിതരണം ചെയ്ത് പ്രവർത്തിക്കണമെങ്കിൽ 60,000 ഇൻറ്റു പെർ മന്ത് 1.5 കിലോ, അപ്പൊ 90,000 കിലോ വേണ്ടി വരും.
ഇപ്പോൾ കോർപ്പറേഷൻ കഴിഞ്ഞ 1.5 വർഷമായി ഞങ്ങൾ കണക്കുകൾ പരിശോധിച്ചപ്പോൾ വാങ്ങുന്ന ആകെ 3000 കിലോ ഇനോക്കുലോണ് പെർ മന്ത് വാങ്ങുന്നത്. അതായത് 60,000 കിച്ചൺ ബിൻ ഒരു വിതരണം ചെയ്യായിട്ട് പറയുമ്പോൾ അവരുടെ കണക്കനുസരിച്ച് 2000 പ്രവർത്തിക്കുന്നുള്ളൂ. 60,000 പ്രവർത്തിക്കണമെങ്കിൽ ഇൻറ്റു 1.5 കിലോ വാങ്ങിക്കണ്ടേ ഒരു മാസത്തേക്ക്? കോർപ്പറേഷൻ ഇപ്പോൾ വെളിയിൽ നിന്ന് വാങ്ങുന്നത് 3000 കിലോ വാങ്ങിച്ചേ വിതരണം ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് 2000 കിച്ചൺ ബിൻ മാത്രമേ, ബാക്കി 58,000 കിച്ചൺ ബിന്റെ പണം എവിടെ പോയി? ഇതാണ് അന്വേഷണത്തിൽ വരേണ്ടത്. ഇതുപോലെ രാജുവേട്ടൻ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും 100 കണക്കിന് തെളിവുകൾ ഞങ്ങൾക്ക് ഹാജരാക്കാനുണ്ട്. അന്വേഷണത്തിൽ ഇതൊക്കെ വ്യക്തമാവും. പ്രോജക്റ്റ് ഞങ്ങൾ തന്നെ പോയി എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഇവരുടെ എസ്റ്റിമേറ്റ് തന്നെ 40-50% കൂടുതലാണ്. അല്ല, രാജുവേട്ടൻ പറഞ്ഞല്ലോ ഫേസ് 1 ആയിട്ടുള്ളൂ. വീണ്ടും ഞങ്ങൾ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകരെയും വിളിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിനോട് ചില രേഖകളും കൂടെ പറയാനുണ്ട്. ഒരു കാര്യം, ഈ എസ്റ്റിമേറ്റ് ഇത് ആരാ? ഈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാ? അതിന്റെ നേതാവ് ആരാ? തിരുവനന്തപുരത്ത് CPMന്റെ തിരുവനന്തപുരത്തെ നേതാവ് തന്നെയാണ് ഈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതാവ്. കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റും CPMന്റെ തിരുവനന്തപുരത്തെ നേതാവും ഈ കൊള്ള സംഘവും എല്ലാം ഒന്ന് തന്നെയാണ്. ഓരോ സ്ഥലത്ത് എത്രയാണ് ആക്ച്വൽ എസ്റ്റിമേറ്റ് എന്ന് ഓരോ സ്ഥലത്തിരിക്കുന്ന ബോർഡുകൾ വായിച്ചിട്ട് അവിടെ നടത്തിയിരിക്കുന്ന പണി നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്കും തിരുവനന്തപുരത്ത് മനസ്സിലാവും. ഇതിനെ സംബന്ധിച്ച് ചില രേഖകളുമായിട്ട് അടുത്ത ദിവസവും രാജീവേട്ടൻ തന്നെ മാധ്യമങ്ങളെ കാണും. കോർപ്പറേഷൻ എന്തിനാണ് നടത്തുന്നത്? ഫണ്ട് മാത്രമല്ല, ഫണ്ട് കൊടുത്തിട്ട് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ മോണിറ്റർ ചെയ്യുന്നതൊക്കെ കോർപ്പറേഷൻ. ഇപ്പൊ സ്മാർട്ട് സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ഭാഗമാണ്. ഞാൻ ഇതിപ്പോ 2 കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ തന്നെ 2 മുതിർന്ന മാധ്യമ പ്രവർത്തകർ പേരിപ്പോ ഇവിടെ പറഞ്ഞു. ഒന്ന് ഒരാൾ ഏഷ്യാനെറ്റ്, ഒരാൾ റിപ്പോർട്ടിന്റെ. ഇപ്പോൾ ഒരു റോഡിന്റെ ഒരു വാർത്ത കാണിച്ചല്ലോ. റോഡ് ചെയ്തതിന്റെ പിറ്റേ ദിവസം രാവിലെ മുതൽ, വഴുതക്കാട് വാർഡിലാണ്, പിറ്റേ ദിവസം രാവിലെ മുതൽ റോഡിന്റെ മുകളിലുള്ള മെറ്റൽ ഇളവുകയാണ്. എല്ലാ ദിവസവും സ്റ്റാഫ് വന്നിട്ട് മെറ്റൽ തൂത്തുമാറ്റിയാണ്, ടാർ ഒഴിക്കാത്തതുകൊണ്ട്. ഒരു പ്രധാനപ്പെട്ട മാധ്യമം ചെയ്തതാണ്. മറ്റൊന്ന്, വിമൻസ് കോളേജിന്റെ 2 ഗേറ്റിനും ഇടയ്ക്ക് 93 ലക്ഷം രൂപ ബില്ല് പാസ്സാക്കിയ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് ഷെഡ്, ആ വനിതാ സൗഹൃദ വെയിറ്റിംഗ് ഷെഡ്, ആ വെയിറ്റിംഗ് ഷെഡ് ഈ ഇരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന്റെ ഒരു പ്രവർത്തകൻ, അദ്ദേഹം പഴയ SFI പ്രവർത്തകനും കൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പോയി ഇത് ചെയ്ത കോൺട്രാക്ടർ ഫോണിൽ വിളിച്ച് ചോദിച്ചു. അപ്പൊ പറഞ്ഞു 5 ലക്ഷം രൂപയ്ക്ക് അതേ വർക്ക് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. യെസ്, 88 ലക്ഷം രൂപയുടെ പോയി. അതുകൊണ്ട് അറിയാമല്ലോ ആ വാർത്ത ചെയ്ത് ആരാണെന്ന്. 40% അതായത് 93 ലക്ഷം രൂപ ബില്ല് പാസ്സാക്കിയ വർക്ക് വിളിച്ച് ചോദിച്ചു, ഇതേപോലത്തെ ഒരു വർക്ക് എനിക്ക് എറണാകുളത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞ അത് 5 ലക്ഷം രൂപ ആവുള്ളൂ, മനോഹരമായിട്ട് ചെയ്താൽ 10 ലക്ഷം രൂപ ആവുള്ളൂ. ആ മാധ്യമപ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വന്ന ചാനൽ ഏതാണെന്ന് അറിയാലോ, പരിശോധിച്ച് നോക്കിയാൽ എവിടെ പോയി 88 ലക്ഷം രൂപ.